ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച ദിവസമാണ്. വചന ഇപ്രകാരം പറയുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 22-ാം തിരുവചനം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അപ്പം മോശയുടെ നിയമം പാലിക്കുകയാണ് യൗസേപ്പും മറിയവും. അപ്പം ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഈ ശിശുവായിട്ട് അവർ ജെറുസലേമിലേക്ക് പോവുക, ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക, സമർപ്പിക്കുക. നിയമത്തെ ഒരു വള്ളിയും പുള്ളിയും മാറാതെ ദൈവം തന്നെയാണ് അവരുടെ കുടുംബത്തിലേക്ക് ജീവിതത്തെ കടന്നു വന്നിരിക്കുക. ദൈവപുത്രനാണ് അവർ ജന്മം നൽകിയിരിക്കുക. എന്നിട്ടും മോശയുടെ നിയമത്തെ, നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുന്ന യൗസേപ്പ് പിതാവും മറിയവും ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കും. പാവങ്ങളുടെ ഒരു സമർപ്പണം അവർ നടത്തുക. കാരണം അവർ പാവപ്പെട്ടവരാണ്. തുടർന്ന് നമ്മൾ ബൈബിൾ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ശിമിയോൻ്റെ, അന്നായുടെ ഒക്കെ പ്രവചനങ്ങൾ കാണാൻ പറ്റും. ഈ സമർപ്പണം ദൈവം കരുതിയിരുന്ന ഒന്നായിരുന്നു എന്ന് തുടർന്നുള്ള ഭാഗം പ്രത്യേകമായിട്ട് എടുത്തു പറയുക. ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കർത്താവിന് കർത്താവിന് ദേവാലയത്തിൽ സമർപ്പിച്ച ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരെ കൂടി നമ്മൾ ഓർക്കുക. എല്ലാ സമർപ്പണത്തിൻ്റെയും ദിവസം ഇന്ന് നിങ്ങളൊക്കെ ഇന്ന് സമയം കിട്ടുമ്പോൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി വച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അവർ കർത്താവിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അവർ തീപ്പന്തങ്ങൾ പോലെ പ്രശോഭിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഇന്ന് സകല സമർപ്പിതരെയും ഓർക്കുമ്പോൾ അവരിലേക്കെല്ലാം നിന്റെ അനുഗ്രഹം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയട്ടെ. തീപ്പന്തങ്ങൾ പോലെ അവർ നിന്റെ നാമത്തിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ ഈശോയെ നിന്നെ ദർശിക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.